ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്കൊരുമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനിടയായി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ നസ്രത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ കടപ്പാടുകളെയും ഈ രാത്രികാലം അറിയിച്ചു കൊള്ളുന്നു. ഈ രാത്രികാലം അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം, അത് 17-18 വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ഈ രാത്രികാലം ചിന്തയ്ക്ക് ആധാരമായി വായിപ്പാനായി തിരഞ്ഞെടുത്ത് വായിച്ച് കേൾപ്പിക്കപ്പെട്ട വാക്യശകലങ്ങൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം, അതിൻ്റെ 17-18 വാക്യങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മോട് അറിയിക്കുന്ന ഒരു അരുളപ്പാട്: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. 18 എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നാം ചിലപ്പോൾ പല വിഷയത്തിനും ദൈവത്തിൻ്റെ ക്ഷണിൽ നിലവിളിക്കാം. പല വിഷയത്തോടും ദൈവത്തിൻ്റെ ക്ഷണിൽ കടന്നു വന്ന് ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുവോ? നിൻ്റെ കണ്ണുനീരിന് മറുപടി സ്വർഗത്തിലെ ദൈവം നിൻ്റെ ജീവിതമണ്ഡലത്തിൽ നിൻ്റെ മേൽ പകർന്നു ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? അതാണ് നാം ഈ രാത്രികാലം കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ നിലവിളിയുടെ നടുവിൽ ദൈവം എനിക്ക് ഉത്തരം അരുളിയില്ല? എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഉപവാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധനെ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണം, ഞാൻ ഇന്ന വിഷയത്തിനകത്ത് ഞാൻ ഭാരപ്പെടുന്നു, ഞാൻ ഇന്ന വിഷയത്തിനകത്ത് ഞാൻ വേദനിക്കുന്ന പരിശുദ്ധനെ ഞാൻ നിലവിളിച്ചിട്ടും, ഞാൻ കണ്ണുനീരോട് ഉപവസിച്ചിട്ടും എന്താ കർത്താവ് എൻ്റെ ജീവിത മണ്ഡലത്തിൽ ഒരു വിടുതൽ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കാത്തത് എന്നൊക്കെയും നിൻ്റെ ഹൃദയത്തിനകത്തടങ്ങളിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കാം. എന്നാൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവിന് നിറവിൽ ഞാൻ ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്, എന്നെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ എന്നെ കണ്ടെത്തുമെന്നാണ്. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന്, മുട്ടുവൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ നാം യാചിച്ചിട്ടും, നാം അന്വേഷിച്ചിട്ടും, നാം മുട്ടിയിട്ടും, നാം ജാഗ്രതയോടെ അന്വേഷിച്ചിട്ടും സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു നന്മ പോലും നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു താളപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട പ്രിയ പൈതലേ, സ്നാനപ്പെട്ട പ്രിയ പൈതലേ, നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. എപ്രകാരം നീ മടങ്ങി വരണം? നിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിച്ച് തയ്യാറായി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരപ്പെടുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തനത്രേ. നീ കണ്ണുനീരോട് നിലവിളിച്ച വിഷയത്തിന് നടുവിൽ ഉത്തരമരുളപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തനത്രേ. എന്നാൽ ഈ രാത്രികാലം നീ മടങ്ങി വരുവാൻ തയ്യാറാകണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മക്കൾക്ക് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇപ്രകാരം ഒരു ചിന്ത കടന്നു വരാം: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം എന്നോട് ഇടപെടുന്നില്ല? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ സ്വന്തം സഹോദരനെ നീ സ്നേഹിക്കാതെ നീ ജീവനുള്ള ദൈവമായ എന്നെ നീ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാലും ദൈവം അത് സമ്മതിച്ച് തരത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം നീ ആരെ സ്നേഹിക്കണം? നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം. സഹോദരൻ നിസ്സാര എന്ന് നീ പറയരുത്, സഹോദരൻ നീ മൂഢ എന്ന് വിളിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നീ നിൻ്റെ സ്വന്തം സഹോദരനെ നീ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപതി സംഘത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. നീ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് നീ പാത്രമായി തീരും, അതിന് യോഗ്യനായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നമ്മോട് ആഴമായി ഇടപെടുന്നത് നമ്മുടെ കുറവുകളെന്ന് ഏറ്റുപറഞ്ഞ്
നമ്മുടെ പാപങ്ങളെ ദൈവത്തിന് സ്വയം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരണമെന്ന് ഈ രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ആഗ്രഹിക്കുന്നു നമ്മെക്കുറിച്ച്. എന്തുകൊണ്ട് ദൈവത്തെ നാം ജാഗ്രതയോടെ അന്വേഷിച്ചിട്ടും എന്തുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല? നമ്മുടെ അന്വേഷണം ജാഗ്രതയോടുകൂടെയാണോ? ഈ രാത്രികാലം നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ശോധന ചെയ്യണം? നിൻ്റെ വിടുതൽ നിൻ്റെ അടുത്തിരിക്കപ്പെടുമ്പോൾ നീ അത് മനസ്സിലാക്കാതെ, നീ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുന്ന അനുഭവത്തിലേക്ക് നീ കടന്നു വരപ്പെടാതെ, നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിൻ്റെ സകല തിന്മകളും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, നിൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സകലവിധമാകുന്ന താളപ്പിഴകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, പാപം വെളിപ്പെട്ടു പോയി, ഞാൻ ലോകത്തിൻ്റെ മോഹം ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ കൊണ്ടുവന്ന് ആ മോഹത്തിൻ്റെ അകത്തളങ്ങളിൽ ഞാൻ ആഴ്ന്നു പോയി, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു, എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എൻ്റെ കുറവുകളെ ക്ഷമിക്കണം, എന്നെ കൈവിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് രാത്രികാലം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നീ ആയിരിക്കുമെങ്കിൽ, ഈ രാത്രികാലം നിൻ്റെ ജീവിത മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വലിയൊരു പ്രവൃത്തി ചെയ്ത് നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനെന്ന് ഈ രാത്രികാലം നീ മറന്നു പോകരുത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയും, എന്നെ ജാഗ്രതയോടെ. നാം എപ്രകാരമാണ് ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? ഹാനോക്കിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ദൈവത്തോട് 300 സംവത്സരം നടന്നതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ പിന്നെ കാണാതായി. നോക്കണേ, ഹാനോക്കിൻ്റെ ജീവിതം. ഹാനോക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനു സാക്ഷ്യം പ്രാപിച്ചവന്. നാം പലപ്പോഴും മനുഷ്യരെയാണ് നാം പ്രസാദിപ്പിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ നാം പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നാം പലപ്പോഴും മനുഷ്യൻ്റെ അടുക്കല നമ്മുടെ സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് നാം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നാം മനുഷ്യൻ്റെ മുമ്പിൽ ചെന്ന് വാതിൽ മുട്ടാറുണ്ട്. അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, എനിക്ക് ഇപ്രകാരം ഒരു ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. എന്നാൽ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, സാമ്പത്തികമാകുന്ന വിഷയമായിരിക്കാം, രോഗമാകുന്ന വിഷയമായിരിക്കാം, നീ രാത്രികാലം സ്തോത്രം നീ നിന്നെ തന്നെ ശോധന ചെയ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നാണോ നീ വാതിൽ മുട്ടിയത്? അതോ മനുഷ്യൻ്റെ മുമ്പിലാണോ? മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് നീ വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. മറിച്ച് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ സ്തോത്രം മുഴക്കാൽ മുടക്കി ജാഗ്രതയോടെ അന്വേഷിച്ചുകൊണ്ട് നീ വാതിൽ മുട്ടുന്നുവെങ്കിൽ നിനക്കായി തുറക്കപ്പെടുവാൻ ശക്തനായി നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ നിന്റെ അടുക്കലുണ്ടെന്നുള്ള കാര്യം രാത്രികാലം നീ മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവിൽ രാത്രികാലം എളിയവൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ട്? നാം ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നു, ജാഗ്രതയോടെ ദൈവത്തോട് നിലവിളിക്കുന്നു, ജാഗ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. പ്രിയ പൈതലേ, എന്തുകൊണ്ട്? രക്ഷിക്കപ്പെട്ട പ്രിയ പൈതലേ, സ്നാനമെടുത്ത പ്രിയ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ആത്മനിറവ് പ്രാപിച്ച പ്രിയ പൈതലേ, എന്തുകൊണ്ട് നാം നമ്മെ തന്നെ ഈ രാത്രികാലം ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാം നമ്മെ തന്നെ ഈ രാത്രികാലം ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല? നീ കഷ്ടത്തിലായിരുന്നു കൊണ്ട് ആ ദൈവത്തോട് നിലവിളിക്കുന്നത്. പ്രിയവ, ചിലപ്പോൾ സാമ്പത്തികമാകുന്ന ഞെരുക്കം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ചായിരിക്കാം നീ ദൈവത്തോട് നിലവിളിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ജാഗ്രതയോടുകൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ ദൈവത്തെ നീ കണ്ടെത്തുമെന്ന്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുമെന്ന്. രാത്രികാലം ജാഗ്രതയോടെ അന്വേഷിക്കുന്ന അനുഭവത്തിൽ നീ മടങ്ങി വരണം. നീ മടങ്ങി വന്നാൽ നിൻ്റെ മുമ്പിൽ സർവശക്തന ദൈവം വെളിപ്പെടും. സ്തോത്രം. നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടുകൂടെയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെയും സ്നേഹിക്കും. ഇന്ന് നോക്കണേ, പലർക്കും ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? പലർക്കും പ്രാർത്ഥനയില്ല, സഭയ്ക്കകത്ത് വന്ന ആരാധനകളില്ല,
സ്തോത്രം, ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തേണ്ട സ്ഥാനത്ത് ആ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലല്ല നമ്മെ കാണുന്നവർ, കാണുന്ന മറ്റുള്ളവർ ഇവനൊരു ദൈവ പൈതലാണോ എന്ന് ചോദിക്കുന്ന തലത്തിലാണ് നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ അവിടുത്തെ സംസാരത്തിൻ്റെ രീതികൾ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇതൊക്കെ കാണുകയാണ്. നാം പോകുന്നിടത്തും നാം ആയിരിക്കുന്നിടത്തും ദൈവത്തിന് ഹിതമില്ലാത്ത തലത്തിൽ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിച്ചിട്ട് നാം ദൈവത്തിൻ്റെ ക്ഷണിൽ കടന്നു വന്ന് നിലവിളിക്കുക. നാം ദൈവത്തിൻ്റെ പാദമെടുത്ത് കടന്നു വന്ന് എന്തിനു വേണ്ടി? കുറവുകൾ ക്ഷമിക്കുവാൻ വേണ്ടിയല്ല കരയുന്നത്, മറിച്ച് നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിളിക്കുന്നത്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നമ്മെ കാണുന്ന ദൈവം, നമ്മുടെ കുറവുകളെ കാണുന്ന ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുക. ഈ രാത്രികാലം നിൻ്റെ ജീവിതത്തിൽ മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിലവിളി, എപ്രകാരമുള്ളൊരു നിലവിളി, കർത്താവേ എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവൻ, കരുണാസമ്പന്നനായ ദൈവം, ദീർഘക്ഷമയും മഹാദയാലുവായ ദൈവം നമ്മുടെ കുറവുകൾ പരിഹരിച്ച് നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മളെ പാപം സകലതും രക്താംബരം എന്നതുപോലെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സ്തോത്രം ആയിരിക്കപ്പെടുമ്പോൾ ആ സകലത്തെയും ഹിമത്തെ പോലെ വെളിപ്പിച്ച് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാനിടയാകും. ഈ രാത്രികാലം രക്ഷിക്കപ്പെട്ട പ്രിയ പൈതലേ, നാം ജാഗ്രതയോടെ ദൈവത്തെ എപ്രകാരം അന്വേഷിക്കുന്നത്? നാം വചനത്തിൽ നിലനിന്ന് ദൈവപ്രസാദമുള്ള ജീവിതം നയിച്ച് നാം മുന്നോട്ട് കടന്നു പോകണം. ഇന്ന് അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുകയാണ്. അവർ ആലയത്തിൽ വരുമ്പോൾ അവർ ആലയത്തിന് പുറത്തു പോകുമ്പോൾ അവർ ലോകത്തിലുമാണ്. ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം കാണപ്പെടുന്നു: നീ ഒന്നിൽ ശീതവാനായിരി, അല്ലെ നീ ഉഷ്ണവാനായിരി. നീ ശീതോഷ്ണവാനായിരുന്നാൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്ന് തമിഴ് വേദപുസ്തകത്തിൽ സ്തോത്രം ഇപ്രകാരം കാണപ്പെടുന്നു: വാന്തിയെടുത്ത് കളയുമെന്ന്, അതായത് ഛർദ്ദിച്ച് കളയുമെന്ന്. അപ്പോൾ മനുഷ്യൻ അകത്തോട്ട് പോയ എന്തെങ്കിലും ഭക്ഷണം അത് വയറ്റിന് പിടിക്കാതെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നത്തതിലെടുത്ത് അത് കഴിക്കത്തില്ല. അത് കഴിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്, സ്തോത്രം ഭൂമിയിലായിരിക്കുന്ന മൃഗസമ്പത്തിൽ കഴിക്കുന്നത് പട്ടിയും പൂച്ചയുമാണ്. ഇന്ന് ദൈവമക്കളായ നമ്മുടെ ജീവിതം അപ്രകാരം സകലതും പറഞ്ഞ് ദൈവത്തിന് തന്നെ ഉപേക്ഷിക്കും. എന്നാൽ അല്പം കഴിഞ്ഞ് നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം മടക്കിയെടുത്ത് അവർ സ്തോത്രം ആ സ്വഭാവം അനുസരിച്ച് നാം ജീവിപ്പാനിടയാകും. അങ്ങനെ ജീവിപ്പാനല്ല സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചത്. നമുക്ക് ലോകത്തോടൊരു വേർപാടുണ്ട്, നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു വേർപാടുണ്ട്. എന്താ വേർപാട്? ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ദൈവമക്കൾ ജീവിക്കുന്ന തലത്തിൽ നാം ജീവിക്കുവാൻ പാടില്ല. നാം സകലരെയും സ്നേഹിക്കണം. നാം എല്ലാവരും സമാധാനമുള്ള വ്യക്തി ജീവിതങ്ങളായിരിക്കണം. നാം പ്രാപിച്ച സന്തോഷം മറ്റുള്ളവരടുത്ത് പറയുന്ന അനുഭവമായിരിക്കണം. നമ്മെ കാണുന്നൊരു വ്യക്തി ഇവൻ ക്രിസ്തുവേശുവിൻ്റെ മകനെന്നും ക്രിസ്തുവേശുവിൻ്റെ മകളെന്നും നമ്മെ കാണുന്നവർ നമ്മളെക്കുറിച്ച് പറയണം. അല്ല, നമ്മളല്ല പറയേണ്ടത് ഞാൻ കർത്താവിൻ്റെ മകനാണെന്ന്, നാം കർത്താവിൻ്റെ മകളാണെന്ന് നമ്മളല്ല പറയേണ്ടത്, നമ്മളെ കാണുന്നവർ പറയണം. അങ്ങനെ നമ്മളെ കാണുന്നവർ പറയണമെങ്കിൽ നാം എപ്രകാരം നാം ജീവിതം നയിക്കണം? ആരിടത്തും പിണങ്ങാതെ, ഒരു സ്തോത്രം ആരെങ്കിലും നമ്മുടെ മോശമായി എന്തെങ്കിലും നമ്മൾ ചീത്ത വിളിക്കുകയോ നമ്മൾക്ക് വിരോധമായി പറയുകയോ ചെയ്യണമെങ്കിൽ തിന്മയ്ക്ക് പകരം നാം തിന്മ ചെയ്യാതെ അവരടുത്ത് നാം സമാധാനമായി ഇരുന്ന് സ്തോത്രം അവരടുത്തും ക്രിസ്തുവേശുവിനെ കുറിച്ച് പറഞ്ഞ് നാം അവരെയും ക്രിസ്തുവിലേക്ക് നേടുന്ന അനുഭവത്തിലായിരിക്കണം. അപ്പോൾ ദൈവത്തെ എപ്രകാരം ജാഗ്രതയോടെ അന്വേഷിപ്പാൻ കഴിയും? ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട പ്രിയ പൈതലേ, നാം ദൈവത്തിൻ്റെ ക്ഷണയിൽ വിശ്വസ്ത പൈതലായി മാറണം. നാം എല്ലാ ദിവസവും വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും അതിന് പ്രകാരം ഫലം കായ്ക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. നാം മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം വിട്ട് നാം പിന്മാറിപ്പോകുന്നവരെ കൂട്ടത്തിലെല്ലാം മറിച്ച് വിശ്വാസത്തെ അധികമായി മുറുകെ പിടിച്ച് അധികമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് അധികമായി ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. ആരാധന സമയത്ത് ആലയത്തിൽ നാം കടന്നു വരണം.
ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് നാം ശക്തമായി ആരാധിക്കണം. അപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ, ആത്മാവോടെ, ശക്തിയോടെ, ബലത്തോടെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. വചനം സ്തോത്രം, സഭയുടെ ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ നാം ശ്രദ്ധയോടുകൂടെ അത് കേട്ട് ആ വചനത്തെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ സംഗ്രഹിച്ച് ആ വചനപ്രകാരം, ഉപദേശപ്രകാരം നാം ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. അപ്രകാരം നാം ഓരോ ദിവസവും വചനത്തെ കൈക്കൊണ്ട് വചനത്തിനകത്തളങ്ങളിൽ നിലനിന്ന് ജീവന ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തിൻ്റെ ഷണിൽ വിശ്വസ്ത മക്കളെ കാണപ്പെട്ട് ദൈവമാഗ്രഹിക്കുന്ന നിലവാരത്തിലൊക്കെയും നാം ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കൃപ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയാകും. അതാ ദൈവത്തിൻ്റെ വചനം പറയും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. എൻ്റെ പക്കൽ അവൻ എന്തൊക്കെയുണ്ട്? ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ടെന്ന്. ഈ രാത്രികാലം കഷ്ടതയിലായിരിക്കാം, ഈ രാത്രികാലം വേദനയുടെ അനുഭവത്തിലായിരിക്കാം, ഒരുപക്ഷെ രാത്രികാലം പ്രയാസമുള്ള ഒരു സ്തോത്ര അനുഭവത്തിലായിരിക്കാം. പ്രിയ പൈതലേ, നീ രാത്രികാലമായിരിക്കുന്നത് കഴിഞ്ഞ നാടുകളിൽ കടഭാരത്തിൻ്റെ ഞെരുക്കത്തിന് ദൈവത്തോട് നിലവിളിച്ചിരിക്കാം. വേദനജനകമാകുന്ന വിഷയങ്ങൾ ഒന്നൊന്നായി കടന്നു വന്ന സ്ഥാനത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിരിക്കാം. എല്ലാവരും തള്ളി മാറ്റി നിന്നെ ഒതുക്കി നിർത്തിയ സ്ഥാനത്തും നീ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചിരിക്കാം. എന്നാൽ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിൻ്റെ ആമസ്തോത്രം നീ ജാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ജീവിതത്തിൽ കൃപ നൽകപ്പെടുകയും നിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം വെളിപ്പെടുത്തുകയും നീ ആഗ്രഹിക്കുന്ന തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ അനുഗ്രഹിച്ചും നിന്നെ മാനിച്ചും ആമസ്തോത്രം ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ നിന്നെ വഴി നടത്തിയും ഒരു ദോഷങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ, ഒരു സാത്താൻ്റെ ശക്തിയും നിൻ്റെ ജീവിത മണ്ഡലത്തിൽ കടന്നു വരാതെ, ഒരു ശത്രുവിൻ്റെ ഇഷ്ടത്തിനും നിന്നെയും നിൻ്റെ തലമുറകളെ കുടുംബത്തെയും വിട്ടുകൊടുക്കാതെ വേണം ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചും നിൻ്റെ ആവശ്യങ്ങൾ നടുവിൽ അവൻ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഈ രാത്രികാല പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ രാത്രികാലം ദൂതായി വിളിച്ചു പറയട്ടെ. ഈ രാത്രികാലം നീ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വിശ്വാസത്തോടെ നിലനിന്നുകൊണ്ട് ജീവിതത്തിൽ കടന്നു വന്ന കുറവുകൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കുറവുകൾ ക്ഷമിക്കണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം. ഞാൻ കണ്ണുനീരോട് നിലവിളിച്ച വിഷയത്തിന് നടുവിൽ എനിക്കൊരു മറുപടിയും നൽകി ഞാൻ ഭാരപ്പെടുന്ന കടഭാരമാകുന്ന വിഷയത്തിന് അകത്തളങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി, രോഗമാകുന്ന അനുഭവത്തിൻ്റെ അകത്തളങ്ങളിൽ എൻ്റെ ജീവിത മണ്ഡലത്തിൽ ഒരു വിടുതൽ നൽകി. കർത്താവ് രക്ഷകനമായ യേശുവേ, എന്നെ ഒന്ന് സഹായിപ്പാൻ വേഗം വരണമേ എന്ന് രാത്രികാലം ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തോട് പറയപ്പെടുമ്പോൾ നിന്റെ ഭാരമെന്ത്, നിന്റെ പ്രയാസമെന്ത്, നിന്റെ ആകുലത എന്ത്, നിന്റെ കണ്ണുതിൻ്റെ അനുഭവം എന്ത്, ആ സകല വിഷയത്തിൽ മനസ്സിലാക്കി നിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ സഹായിപ്പാനും നിന്നെ ശക്തീകരിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചിരിക്കപ്പെടുമ്പോൾ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറായി തുടങ്ങും. നീ ദൈവത്തെ സ്നേഹിപ്പം നീ തയ്യാറായി തുടങ്ങുക. ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടെന്നല്ല, നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അപ്രകാരം ഒരു ദാഹം ഈ രാത്രികാലം മുതൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. നിൻ്റെ കഷ്ടതകൾ മാറുവാൻ സമയമായി. എന്നെ കേൾക്കുന്ന പ്രിയ പൈതൽ, ഈ അനുഭവത്തിൽ കൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ നീ വേഗത്തിൽ മടങ്ങി വന്ന് ദൈവത്തെ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകാം. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മകൾ, അത് ആത്മീകമാകുന്ന നന്മകളാകട്ടെ, ഭൗതികമാകുന്ന നന്മകളാകട്ടെ, സകലം നിൻ്റെ മേൽ പകർന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ നിൻ്റെ ജീവിതത്തിൽ കൃപ നൽകിയും ഒരു ദോഷങ്ങളും സാത്താനായ ശത്രു നിൻ്റെ മേൽ കടത്തിവിടാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കരുതുകയും ചെയ്യും. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നാം ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. നാം ജാഗ്രതയോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് നാം ഈ രാത്രികാലം കടന്നു വരപ്പെടുവാൻ തയ്യാറാകണം. അപ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവ് ഈ സദർശവാക്യങ്ങൾ കൂടെ നമ്മോട് പറയപ്പെടുന്ന ഒരു വാക്തത്വം എന്ന് പറയുന്നത്, എൻ്റെ പക്കൽ ധനമുണ്ട്, എൻ്റെ പക്കൽ മാനമുണ്ട്, എൻ്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്, എൻ്റെ പക്കൽ നീതിയുണ്ട്. നീതിയോടുകൂടെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വിശ്വസ്ത മകനായി മകളായി കാണപ്പെട്ട് ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് രക്ഷിക്കപ്പെട്ട പ്രിയ പൈതലേ, സ്നാനമെടുത്ത പ്രിയ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോട് വേർപാടോട് ജീവിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നീ മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ നന്മകളാലും ആത്മീയ ഭൗതിക നന്മകളാലും നിന്നെ അനുഗ്രഹിച്ചും നിന്നെ മാനിച്ചും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത് പോലെ നാം നനച്ചതിലും ചോദിച്ചതിലും അത്യന്തപരമായി നമ്മുടെ മേൽ പകർന്ന് മുമ്പേ അവൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അവയോടുകൂടെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വചനപ്രകാരം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനായി രാത്രിയിലും നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു അപ്രകാരം? ഈ രാത്രികാലം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ, ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയാട്ടെ. ഓറമസിഖമന ഭൗഷാരകം തുനെ ഘടാതെ ദിഗം പ്രൗഢഭഗതുരുതികൾ കമനമൗഷാകമന ഘടകതുനി. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയാട്ടെ. പരിശുദ്ധ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന കുറവുകൾ ഒന്ന് ക്ഷമിക്കണമേ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നാൾ മുതൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പാ ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമേ എന്ന് രാത്രികാലം ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ആമൻ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഹാലലൂയ ശബലധികമന അതുൽ കതിബലദീപ പ്രൗഢധികമനാധിപല ഉടയാം ദീപൽ ശബലധിപലധികമന ധുനിയാംധര പ്രൗഷധികമനെ. പരിശുദ്ധനായ ദൈവമേ, ശോർക്യം നല്ല പിതാവേ, രാത്രി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. പ്രിയമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറകണം. പ്രിയമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷമിക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നാൾ മുതൽ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും കുറവുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അതൊക്കെ ഏറ്റുപറഞ്ഞ് അപ്പരുഷണിൽ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം പ്രിയമക്കൾ ആഗ്രഹിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കപ്പെടുമ്പോൾ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ താമസ്തോത്രം നിരസിച്ച് കളയാതെ കർത്താവ് സ്വീകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് മനസ്സലിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം ഈ രാത്രികാലം കർത്താവെ ജീവിതമണ്ഡലത്തിൽ വെളിപ്പെടുത്തുവാൻ ഈ രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന പ്രിയമക്കളോട് മനസ്സണം. പ്രിയമക്കളുടെ ആവശ്യങ്ങൾ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കണം. എല്ലാ കുറവുകളും ക്ഷമിക്കണം. ശാരീരികമാകുന്ന എല്ലാ സൗഖ്യങ്ങളും കർത്താവെ അങ്ങ് കൽപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം വെളിപ്പെടുത്തും. നന്മകളാൽ എഴുതിരേക്കും. ദൈവവചനത്തിനകത്ത് നിലനിന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് കർത്താവ് വിശുദ്ധി വേർപാടിലും ജീവിച്ച് അപ്പം നിറക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം കർത്താവ് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിട